സർ, ഇസ്രായേൽ ഇറാൻ യുദ്ധം നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം. ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അമേരിക്കയാണ്. സാർ, ഇതിനു മുൻപ് നമ്മുടെ ചർച്ചയിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 20 ബില്യൺ ആയുധമാണ് ഇറാനെ തകർക്കാനായി അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ഈ കൂടെ നിന്നുകൊണ്ട്, അതായത് മറ്റുള്ള നിരപരാധികളുടെ ചോര കുടിക്കുന്ന ഒരു സമീപനമാണോ അമേരിക്ക സ്വീകരിക്കുന്നത്? അത് തന്നെയാണല്ലോ ഒരു സംശയം. എന്താ ഉള്ളത്? അമേരിക്കയുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അവർക്ക് ഫൈനാൻഷ്യലായിട്ട് എക്കണോമിക്കലി ആയിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കാനായിട്ട് അവർക്ക് ഏറ്റവും വേണ്ടത് ആയുധ കച്ചവടം എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് നമുക്ക് പറയാം. ലോക പോലീസ് ചമഞ്ഞ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കൊണ്ടുവന്ന് അവിടെ കിടന്ന് തുരുമ്പിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് കൊടുക്കുക, ആയുധങ്ങൾ. അങ്ങനെ അതിൻ്റെ പണം വാങ്ങിയെടുക്കുക. അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ കറവ പശു എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അവർ അവിടെ സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ചയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഒരിക്കലും പുനഃസ്ഥാപിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹമുള്ളത് ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. കാരണം അവർക്ക് സമാധാനം വന്നു കഴിഞ്ഞാൽ അവിടെ അവർക്ക് പ്രയോജനമില്ല. അവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ആളുകൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ആയുധ കച്ചവടം എന്ന് പറയുന്നത് എവിടെ പോയി നിൽക്കും? അതുകൊണ്ട് അവർക്ക് അതിന് താല്പര്യമില്ല. അവിടെ സമാധാനം പുലരണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊണ്ട് അങ്ങ് തള്ളിക്കൊടുക്കും കറക്റ്റായിട്ട്. ഇപ്പോൾ ഇസ്രായേലിന് ഇത് ഇഷ്ടം പോലെ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം എന്തിനാണെന്നറിയോ? ഇതിന് ഇറാനെയൊക്കെ ആക്രമിക്കാനുള്ള എല്ലാ കോപ്പ് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ശക്തിയാണ്. ഇറാൻ യഥാർത്ഥത്തിൽ അവരുടെ ആണവശേഷി പോലും സംശയിക്കപ്പെടേണ്ട രീതിയാണ് നമുക്ക്. കാരണം അത് ഏതാണ്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ആ മാർഗമൊക്കെ അവരെല്ലാം അത് കഴിഞ്ഞതാണ്, പാസ്സായി കഴിഞ്ഞതാണ്. അവർക്കെതിരെ ഒരുപാട് ഉപരോധമൊക്കെ അമേരിക്ക ഏർപ്പെടുത്തി. അത് കാരണം അമേരിക്കയ്ക്ക് ഇതെല്ലാം ചെയ്യാം, എല്ലാം ഉണ്ടാക്കി വെക്കാം, വേറെ ആരും ഈ ലോകത്ത് ഇതൊന്നും ഉണ്ടാക്കി വെക്കാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതിനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ഇതുപോലെ ആണവശക്തിയായിട്ട് മാറിയത്. അത് കഴിഞ്ഞ് പാകിസ്ഥാനും ആണവശക്തിയായിട്ട് മാറുന്ന നമ്മൾ കണ്ടു. അത് അമേരിക്കൻ സപ്പോർട്ടുണ്ട് അവർക്ക്, ഇല്ല എന്ന് പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളപ്പോൾ അവിടെ പശ്ചിമേഷ്യയിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? ഇറാൻ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം. കാരണം അതിന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ പോരെ. ഈ ആട്ടിൻകുട്ടി വെള്ളം കലക്കി എന്ന് പറഞ്ഞിട്ട്, അതായത് ആട്ടിൻകുട്ടിയെ ആക്രമിക്കണം കേട്ടോ, കുറുക്കൻ ആട്ടിൻകുട്ടിയെ വേണം, അതേപോലെ അതിന് ചോര കുടിക്കണം. അതിന് ചെയ്ത പണി എന്താണ്? അത് ആ ആറിന് താഴെ നിന്ന് വെള്ളം കലക്കി എന്ന് പറഞ്ഞാണ്. മുകളിൽ നിന്ന് നിൽക്കുന്ന ഈ കുറുക്കൻ പറയുന്നത് അപ്പുറത്ത് പോയി വെള്ളം കലക്കിയത് കൊണ്ട് അതിന് കുറ്റം കാണുന്നു എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചു വെച്ചിട്ട് അവരെ പണ്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അന്ന് IS-ന്റെ അറ്റാക്ക് വന്നത് ഇങ്ങനെയാണ്, ബിൻ ലാഡൻ്റെ ആളുകളാണ്, എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം ആളുകളെ ആക്രമിക്കുക. അങ്ങനെ ഇറാഖ് എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം നാമാവിശേഷമാക്കി അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലുള്ള പണികളാണ് ഇപ്പോൾ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും. ഇനിയിപ്പോൾ ഇറാൻ്റെ മേളിൽ കുതിര കയറാനായിരിക്കും ചെല്ലുന്നത്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇറാഖിൻ്റെത് പോലെ അത്ര എളുപ്പമായിരിക്കാൻ സാധ്യതയില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ആയുധം ഒക്കെ ധാരാളമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല അതിൻ്റെ അറ്റാക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ട്, ഈജിപ്തും അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവർ ഒക്കെ ഇത് ഇടപെടും മിക്കവാറും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അത് വളരെ ദൂരവ്യാപകമായ പ്രത്യേകമാവും. പശ്ചിമേഷ്യ ആകെ, മധ്യപൂർവേഷ്യ ആ ഭാഗം ആകെ യഥാർത്ഥത്തിൽ ഒരു കലാപകലുഷിതമായിട്ട് മാറും. അത് ഒരിക്കലും നമുക്കാർക്കും നല്ലതല്ല, ലോകത്തിന് നല്ലതല്ല. അമേരിക്കയ്ക്ക് മാത്രമാണ് ഇതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്നത്. സാറേ, ഇതിപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഒരു വലിയ നേതാവിനെയാണ് ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. ഇറാനോടൊപ്പം തുർക്കിയും റഷ്യയും ഒക്കെ ചേരുമ്പോൾ ഇസ്രായേലിനെ തകർക്കാൻ കഴിയും, ഇറാഖിന് കുറച്ചുകൂടി എളുപ്പമാകുമോ? ഈ നാറ്റോ സംഖ്യത്തിലുള്ളതാണ്
തുർക്കിയൊക്കെ. അപ്പോൾ തുർക്കിയും റഷ്യയും ഒക്കെ ഇറാനൊപ്പം നിൽക്കുമ്പോൾ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ആ സമയത്തും ആയുധ ശേഖരണം കൂടുതലുള്ള രാജ്യങ്ങളൊക്കെ ഇറാനോടൊപ്പം നിൽക്കുമ്പോൾ ഇസ്രായേലിനെ കുറച്ചുകൂടി ദൗർബല്യമാക്കാൻ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താൻ ഇറാന് കഴിയില്ലേ? അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം തുർക്കി എന്നൊക്കെ പറഞ്ഞ തുർക്കിയൊക്കെ വളരെ വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടെ അവർ വലിയ സാമ്പത്തിക ശേഷിയായാലും ആയുധ ശേഷിയായാലും ഒക്കെ ധാരാളമുള്ള ഒരു രാജ്യമാണ് തുർക്കി. തുർക്കി ഈ ഇറാനെ സഹായിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വളരെ ഒരു പ്രശ്നമായിട്ട് മാറും. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ 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 യുദ്ധത്തിലേക്ക് നയിക്കും. അതാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ കണക്കാക്കുന്നതിലും കൂടുതൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. മാത്രമല്ല ഇൻ്റർനാഷണൽ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ റോക്കറ്റ് പോലെ കയറി പോകും. വലിയ പ്രശ്നമാവും. അത് ലോകം മുഴുവൻ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇസ്രായേലിനെ തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. കാരണം ഇസ്രായേലിനെ കൊണ്ടുവന്നില്ല ശിഖണ്ഡി നിർത്തിയേക്കുന്ന പോലെ നിർത്തി പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യല്ലേ ചെയ്യുന്നത് അമേരിക്ക. അതാണ് പ്രശ്നം. ആ ശിഖണ്ഡി നിർത്തുമ്പോൾ ശിഖണ്ഡിക്കും അപായങ്ങൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വലിയ സാധ്യതയാണ് കാണുന്നത്. ഇസ്രായേലിൽ സാമ്പത്തികമായിട്ട് അത് തകർക്കപ്പെടും. ഇസ്രായേൽ അതിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും. ഇതൊക്കെ ഉണ്ടാവും. ഇറാന് നാശം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരും. അതെല്ലാം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒഴിവാക്കേണ്ട കാര്യമാണ്. ഇതാകെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നത് അമേരിക്കയ്ക്ക് മാത്രമാണ്. അല്ലാതെ വേറെ ആർക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇറാനിലെ ഒരു വലിയ നേതാവിനെയാണ്, ഹമാസിൻ്റെ നേതാവിനെയാണ്, ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തോടുകൂടി അത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലാണ് ബെയ്റൂട്ടിൽ ലെബനനിൽ ബെയ്റൂട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന ഈ ഹിസ്ബുള്ളയുടെ നേതാവ് സൗഫാൻ ഷുക്കർ, അയാളെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേതാക്കളാണ്. അവരാരും ഡയറക്റ്റായിട്ടൊന്നും ഇവരെയൊന്നും ഉപദ്രവിക്കുന്നവരൊന്നും അല്ല. പക്ഷേ അതൊരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയും വഴക്കുണ്ടാക്കാൻ വേണ്ടിയും ചെയ്തേക്കുന്ന കാര്യമാണ്. ഇറാനെ യഥാർത്ഥത്തിൽ ഇതിലേക്ക് വലിച്ചിറക്കാനുള്ള ഒരു സംരംഭമായിട്ട് മാത്രമേ ഇസ്മായിൽ ഹനിയുടെ വാദത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് വലിച്ചിറക്കാൻ വേണ്ടി തന്നെയാണ്. അത് അമേരിക്കൻ സപ്പോർട്ടറുമാണ്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.